ശ്രീ ഗോകുലം ഗോപാലൻ കൂടി ചേരുന്നു. ശ്രീ ഗോകുലം ഗോപാലൻ സർ, ഇത് തീർത്താൽ തീരാത്ത ഒരു നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് എന്ന ഉറപ്പായും ഒരു സിനിമാ മേഖലയിലുള്ള ആൾ എന്ന നിലയ്ക്ക് കൂടി അങ്ങ് പറയില്ലേ? തീർച്ചയായും. നമ്മുടെ കവിയൂർ പൊന്നമ്മ ഒരു എന്നും സിനിമാ ലോകത്തിൽ എന്നും മറക്കാൻ പറ്റാത്ത ഒരു നടിയായിരുന്നു. അമ്മ ലോകത്തിന് അമ്മ എന്ന കഥാപാത്രത്തെ എപ്പോഴുമേ ഒരു യാഥാർത്ഥ്യമാക്കിയ ഒരു നടിയും കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. സ്നേഹത്തിന്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. എവിടെയായാലും ആരായാലും വളരെ സ്നേഹത്തോടുകൂടി ഒരമ്മയുടെ വാത്സല്യത്തോടുകൂടി എല്ലാവരോടും ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു. ഏതായാലും ഈ സിനിമാ ലോകത്തില് ഒരു വല്ലാത്ത തീരാ നഷ്ടമായി മാറിയിരിക്കാണ് അവരുടെ അഭാവം. അവർക്കെല്ലാ എൻ്റെ അഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി ശ്രീ ഗോകുലം ഗോപാലൻ. മലയാള സിനിമയുടെ അമ്മയ്ക്ക് വിട പറയുകയാണ് മലയാള സിനിമാ ലോകം. കവിയൂർ പൊന്നമ്മയും അടുത്ത ബന്ധമുള്ളവരൊക്കെയും, അല്ലെങ്കിൽ അഭിനേത്രികൾ കൂടെ അഭിനയിച്ചവരൊക്കെയും വലിയ അധികമാരും അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് ഇത്രത്തോളം ആരോഗ്യാവസ്ഥ ഇത്രത്തോളം ഗുരുതരമാണെന്നും ഇത്ര പെട്ടെന്ന് അഭിനയ സബരിയെ പൂർത്തിയാക്കി മടങ്ങുമെന്നും ആരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഷോക്ക് ഉറപ്പായും, അത്രയും ആകസ്മികമായി പോകുന്നൊരു മരണത്തിൻ്റെ ഒരു ഷോക്ക് എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എന്ന് വിശേഷിപ്പിച്ച നടി തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ ആരോഗ്യാവസ്ഥ അതിഗുരുതരമായി തുടരുകയായിരുന്നു. നേരത്തെ ഉർവശി പറഞ്ഞതുപോലെ അമ്മ സംഘടനയിൽ നിന്നൊക്കെ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അത്ര പോസിറ്റീവ് അല്ല, കാണേണ്ടവർ പോയി കാണണം എന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഉർവശി പറയുന്നു. അപ്പോൾ അത്രത്തോളം ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു. എങ്കിൽ കൂടിയും മടങ്ങിയെത്തും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ 16-ാം വയസ്സിൽ തുടങ്ങിയ ഒരു കലാസബരി അത് 79-ാം വയസ്സിൽ അവസാനിക്കുമ്പോൾ അവർ ബാക്കി വെക്കുന്നത് അമരങ്ങളായ കുറേയധികം നല്ല സിനിമകളാണ്, നല്ല ഓർമ്മകളാണ്, സിനിമാ ഓർമ്മകളാണ്. ആ സിനിമകൾ നിലനിൽക്കുന്നിടത്തോളം കാലം കവിയൂർ പൊന്നമ്മ എന്ന കലാകാരിയുടെ ഓർമ്മകൾക്ക് അന്ത്യമില്ല, ഓർമ്മകൾക്ക് മരണമില്ല.